മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബി.സി. ജോജോ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. പി ജെയിംസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പി ജെയിംസ്, താങ്കൾക്കൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകനാണ് ബി.സി. ജോജോ. എങ്ങനെ അനുസ്മരിക്കുന്നു? വേണു, വലിയ സങ്കടത്തോടെയാണ് ബി.സി. ജോജോയുടെ മരണവാർത്ത ഞാൻ പറയുന്നത്. വലിയ ദുഃഖമുണ്ട്. പ്രത്യേകിച്ച് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കാലത്തിന് മുൻപേ നടന്ന പക്ഷി എന്ന് പറയാം, മുൻപേ പറന്ന പക്ഷിയാണ് ബി.സി. ജോജോ. എല്ലാ കാലത്തും അദ്ദേഹം ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഡൽഹിയിൽ ദീർഘകാലം വർക്ക് ചെയ്ത ശേഷമാണ് കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് വന്നത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച പാമോലിൻ അഴിമതി, അതുപോലെ മുല്ലപ്പെരിയാർ പ്രശ്നം, മുല്ലപ്പെരിയാറിലെ വെള്ളം സംബന്ധിച്ച് തമിഴ്നാട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള വലിയ വിവാദം സൃഷ്ടിച്ച വെളിപ്പെടുത്തലുകൾ, ഒപ്പം തന്നെ മതികെട്ടാൻ പ്രശ്നം, ഇങ്ങനെ ഒരുപാട് കേരള രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് വലിയ മുഖം നൽകിയ ജേർണലിസ്റ്റാണ്. പൊതുവെ ഈ പബ്ലിസിറ്റിയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ഒരു ജീനിയസ്, ജേർണലിസത്തിലൊരു ജീനിയസ് ആയിരുന്നു. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും സ്വന്തമായിട്ട് മുല്ലപ്പെരിയാറും അതുപോലെ തന്നെ പാമോലിനെ കുറിച്ചൊക്കെ പുസ്തകം എഴുതിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ രാജിയിൽ വരെ എത്തിയ സംഭവങ്ങളിൽ ജോജോയുടെ റിപ്പോർട്ടുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. കേരള കൗമുദി പത്രത്തെ 100-ാം വർഷം ഇരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. കേരള കൗമുദിയിൽ വലിയ സുഹൃത്തായിരുന്നു. വലിയ സുഹൃത്ത് വലയമുണ്ട് എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഗഹനമായി പഠിക്കുകയും അത് പുറത്തു കൊണ്ടുവരികയും കേരളത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജലം സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി അതേക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ജോജോയുടെ വേർപാട് ഒരുപക്ഷെ ഇനിയും ഒരുപാട് കോൺട്രിബ്യൂഷൻ കേരളത്തിൽ നൽകേണ്ടിയിരുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ജോജോ. അദ്ദേഹം കടന്നു പോകുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ, മാധ്യമപ്രവർത്തനത്തിൽ പുതിയ അധ്യായം എഴുതിയ ഒരാളാണ് കടന്നു പോകുന്നത്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കളായിട്ടൊക്കെ പിണങ്ങിയും നിന്നിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് വി.എസ്. അച്യുതാനന്ദനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഇൻ്റർവെൻഷൻ നടത്തിയപ്പോൾ ജോജോയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. വി.എസിനെ പോലുള്ള നേതാക്കളുടെയൊക്കെ രാഷ്ട്രീയ രംഗത്ത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതേസമയം ജോജോ ചില കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തു. വി.എസ്. മുഖ്യമന്ത്രി ആവുന്നത് വരെ വി.എസുമായിട്ട് ചേർന്ന് പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് വി.എസ്. പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ ആയിട്ട് രാഷ്ട്രീയത്തിലും നിയമസഭയിലൊക്കെ ഇതിൻ്റെ പേരിലാണ് ആ ഒരു ബന്ധമുണ്ടായത്. പക്ഷെ മുഖ്യമന്ത്രിയായ ദിവസം ജോജോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇനി ഞാൻ അങ്ങോട്ട് വരില്ല, അങ്ങ് ഭരിക്കുകയാണ്, ഒരു കാര്യവും എന്നോട് സംസാരിക്കേണ്ട, ഞാൻ വരില്ല. അങ്ങനെ വി.എസുമായിട്ട്, മുഖ്യമന്ത്രിയായിരുന്ന വി.എസിനെ മാറി നിൽക്കുകയും എന്നാൽ ജേർണലിസ്റ്റ് എന്ന നിലയിൽ അല്ലാത്ത വി.എസുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത ഒരുപാട്, ഞാൻ വി.എസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കോൺഗ്രസിലെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിലൊക്കെ നേതാക്കളുമായിട്ടും അതുപോലെ തന്നെ പത്രപ്രവർത്തകരുമായിട്ടൊക്കെ വലിയ ബന്ധം, വലിയൊരു സുഹൃത്തായിരുന്നു ജോജോ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബി.സി. ജോജോ അന്തരിച്ചു. പി ജെയിംസ് ആണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്.